ഹായ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും എൻലെസ് ജേണി ബൈദീപിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പ്രധാന വിശേഷം എന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ അമ്പലത്തിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഗൈസ് നല്ല വയറ്റ് വേദന, വയറ് വേദനയല്ല, വയറിൽ ഗ്യാസ് കയറി എന്തോ പിടിക്കുന്നത് പോലൊക്കെ, അങ്ങനെ വല്ലാത്തൊരു അസ്വസ്ഥതയിലിരിക്കുക. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ ഒരു തെങ്ങ് വെട്ടി, ഞാൻ കാണിച്ചു തരാം അത്. അപ്പൊ ആ തെങ്ങ് വെട്ടിയ കൂട്ടത്തില് തൊട്ടടുത്തല്ലേ നമ്മുടെ പ്ലാവ് നിന്നത്. ഞാനത് കാണിച്ചു തരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഉപ്പേരിയൊക്കെ നമ്മൾ വറുത്തില്ലേ, ചക്ക ഉപ്പേരിയൊക്കെ വറുത്ത ആ പ്ലാവ് നിന്നത് തൊട്ടടുത്ത. അപ്പോൾ അത് വെട്ടിയ കൂട്ടത്തില്, തെങ്ങ് വെട്ടിയ കൂട്ടത്തില് ആ പ്ലാവേന്ന് ജസ്റ്റ് ഒരു ചക്കയും കൂടെ ഇട്ടു. പക്ഷെ സംഭവം എന്തോ കുറച്ച് മോശപ്പെട്ട സാധനമായിരുന്നു. അപ്പോൾ വന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അതെടുത്ത് വെച്ച് നന്നായിട്ട് വേവിച്ച് ഇന്നലെ അത് ഒരു 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 2 തവി അതെടുത്ത് വെച്ച് അങ്ങ് അടിച്ചു. അപ്പോൾ അതിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. വയറിന് ചെറിയ അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇതല്ലേ വേണ്ടേ ചെറുക്കൻ, അവനങ്ങനെ ടി വി ഒക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുക. എന്തായാലും വെക്കേഷൻ അല്ലേ, അതുകൊണ്ട് അടിച്ചു പൊളിച്ച് ഇങ്ങനെ ഇരിക്കുക. പിന്നെ നമ്മുടെ ബെല്ലക്കുട്ടൻ്റെ വിശേഷം ഞാൻ കാണിച്ചു തരാം. ബെല്ലക്കുട്ടൻ രാവിലെ കണ്ട ഫുഡൊക്കെ നന്നായിട്ടൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ആശാന്താണ്ട് ഇവിടെ കയറി കിടപ്പുമായി. ഞാൻ ഇനിയിപ്പോൾ നമ്മുടെ പ്ലാവ് ഞാനൊന്ന് കാണിച്ചു തരാം. തെങ്ങ് വെട്ടിയതും പ്ലാവും ഒന്ന് കാണിച്ചു തരാം. അയ്യോ, ഇതാണ് കണ്ടില്ലേ, ഇതാണ് തെങ്ങ് വെട്ടിയത്. തെങ്ങ് വെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ അവർ ഉപ്പും ഒക്കെ എടുത്ത് ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് അതാ ഈ പ്ലാവ് നിന്ന് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ചക്ക എടുത്താണ് നമ്മൾ ഉപ്പേരിയൊക്കെ ഇട്ടത്, വറുത്താണ് ഉപ്പേരിയൊക്കെ ഇട്ടത്. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. നല്ല ചക്കയാ, പക്ഷേ സംതിങ് റോങ്, ഏതോ ഒരു ചക്ക പണി തന്നതാ. അങ്ങനെ വയറിന് നല്ല അസ്വസ്ഥതയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വെളിയിലോട്ടൊന്നും ഇറങ്ങിയതേ ഇല്ല. പുറത്തൊക്കെ പോയി അമ്പലത്തിൽ മാത്രം പോയതേ ഉള്ളൂ. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് 3-4 കൂട്ടം പരിപാടികൾ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നത്, പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ ഇങ്ങനെ കയറി കുറേ നേരം കിടന്നു. പിന്നെ അങ്ങനെ ഇരുന്നിരുന്ന് ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ചോറുണ്ടാവെന്ന് വെച്ച് എണീറ്റതാ. റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയത് പറയാൻ വന്ന കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പം ചോറും ഒക്കെ ഉണ്ടിട്ട് ബാക്കി വിശേഷങ്ങളിലോട്ട് പോവാം. അമ്മ അങ്ങനെ ഞങ്ങൾക്ക് 4 പേർക്കും ചോറൊക്കെ വിളമ്പാനുള്ള തയ്യാറെടുപ്പില്ല. കണ്ടല്ലേ, പ്ലേറ്റൊക്കെ റെഡിയാക്കി വെച്ചു. എന്താ അമ്മ കൂട്ടാൻ ഇന്ന്? തോരനും മെഴുക്കോർട്ടയൊക്കെ ഇന്നത്തെ കൂട്ടാൻ. രസം എനിക്ക് അത്ര വലിയ പിടുത്തമില്ല കേട്ടോ. അയ്യോ, ഇനിയിപ്പം ചോറും ഉണ്ടേച്ച് കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ അതുകൂടെ. എന്താ തോരനത്? പിണ്ടിത്തോരനാ? അടിപൊളി. വയറിന് ഏറ്റവും നല്ല സാധനമാണ് പിണ്ടിത്തോരൻ. അപ്പൊ ഇന്നെന്തായാലും എനിക്ക് മാത്രമല്ല കേട്ടോ, വീട്ടില് അച്ഛനും അവക്കും വൈഫിനും ഒക്കെ ഉണ്ട് ഈ ഒരു അസ്വസ്ഥത. അപ്പൊ അതെന്തായാലും എന്താണെന്ന് അറിഞ്ഞൂടെ. എനിക്കൊന്നു ചക്കയുടെ പ്രശ്നം തന്നെ, ചക്ക ആയിരിക്കണം. അതുകൂടാതെ ഞാൻ വേറൊരു സൂത്രം കൂടെ കാണിച്ചു തരാം. നമുക്കൊരു ചെറിയ സംശയമുണ്ട്. അമ്മ അതെടുത്ത് കളഞ്ഞോ അമ്മോ? ദാ ഇവിടെ വേറൊരു സാധനം കൂടെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇത് ഇന്നലെ വാങ്ങിച്ചുകൊണ്ടുവന്ന ഒരു പ്ലം കേക്കാ. ഇതാണോ അതോ ചക്കയാണോ പണി തന്നെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഏതോ ഒരു സാധനം നമുക്ക് പണി തന്നിട്ടുണ്ട്. അയ്യോ, അതൊരു വല്ലാത്ത അസ്വസ്ഥതയാ. അച്ഛനും കൂടെ കൂടി വിളമ്പാൻ. അയ്യോ, കൊള്ളാം. എടാ, നീ ചോറിനൊന്നുമില്ലടാ. എൻ്റെ അമ്മേ. അങ്ങനെ അവർ 2 പേരും കൂടെ ചോറൊക്കെ വിളമ്പട്ടെ, നമുക്ക് ഉണ്ണാൻ ചെന്നിരുന്നാൽ മതിയല്ലോ. അച്ഛനും അമ്മയും 2 പേരും കൂടെ കൂടിയിട്ടുണ്ട് വിളമ്പാനായിട്ട്. നമുക്ക് അവസാന ലാപ്പി ഉണ്ണാൻ മാത്രം ചെന്നിരുന്നാൽ മതി. അതാ അതിൻ്റെ ഒരു രസം. ബെല്ലക്കുട്ടൻ ഫുഡൊക്കെ കഴിച്ചതാ, പക്ഷെ ആശാന് നമ്മുടെ കൂടെ തന്നെ അങ്ങനെ കറങ്ങി നടക്കും. നല്ല രസമാണ് അവന്റെ കാര്യം. അവന് എത്ര ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാലും നമ്മളിങ്ങനെ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ പുകയെ ഇങ്ങനെ നടക്കും, മണപ്പിച്ച്. അതൊരു പ്രത്യേക ഒരു രസമാണ് അവന്. അയ്യോ, ഈ വെളിയിൽ എന്തോന്നും നോക്കിയിട്ട് വരട്ടെ എന്നും പറയണ നടക്കുക. അയ്യോ പാവം. ആണ്ടേ അവിടെ വന്നിരുന്നു. ഇനിയിപ്പം നമ്മള് കിടക്കാൻ ബെഡ്റൂമിൽ കയറിയ ഉടനെ ബെഡ്റൂമിൽ വന്ന് കട്ടിലിനടി കയറി കിടക്കും.
നമ്മൾ എണീറ്റ് വെളിയിൽ വരുന്നുണ്ടെങ്കിൽ വെളിയിൽ ഇറങ്ങും, ആഹാരം കഴിക്കുന്നിടത്ത് വന്നിരിക്കും, അങ്ങനെ ഇരിക്കും. അവൻ ഇട്ട് കൊടുത്താലും അവനൊന്നും വേണ്ട. പക്ഷെ ഞങ്ങൾക്കറിയണം എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ കഴിക്കുന്നത്, ഇതൊക്കെ അറിയണം. ഒരു കവർ കിഴിഞ്ഞാൽ അപ്പോഴേ ആശം ചാടി വരും. പക്ഷെ കഴിക്കത്തൊന്നുമില്ല. ജസ്റ്റ് അതിലൊരു ശകലം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് അവനൊന്ന് മണപ്പിച്ച് നോക്കിയിട്ട് ജസ്റ്റ് അവനൊരു കുറച്ചിട്ട് കൊടുക്കും. അപ്പൊ അവനും ജസ്റ്റ് ഒന്ന് മണപ്പിച്ച് നോക്കിയിട്ട് നേരെ അവന്റെ പാട്ടിന് പൊക്കോളും, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ ചോറെല്ലാം കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിലോട്ട് വെച്ചിട്ട് ഇനിയും വിസ്തരിച്ചിരുന്ന് ഒന്ന് ഉണ്ണാം. വിസ്തരിച്ചൊന്നും ഉണ്ണാൻ പറ്റത്തില്ല കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വയറിന് നല്ല അസ്വസ്ഥതയുണ്ട്. അതുകൊണ്ട് ഒരു ശകലം ചോറ്, ഒരു തവി ചോറ് വിളമ്പിയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അമ്മയോട് ഒരു തവി എന്ന് പറഞ്ഞാൽ അമ്മ 2 തവി വിളമ്പും. എന്തായാലും ഉച്ചയ്ക്ക് ഒരു ശകലമെങ്കിലും കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അതും ഗ്യാസ് അടിച്ച് വയറിന് കേടാവും. ഒന്നാമതേ ഗ്യാസിന്റെ കംപ്ലൈന്റ് ആണെന്നാണ് തോന്നുന്നത്. ഇന്നലത്തെ ചക്ക തന്നെയാണെന്നാ എൻ്റെ ഒരു ബലമായ സംശയം. കണ്ടോ, ബെല്ലക്കുട്ടന്റെ സീറ്റ് അവിടെ. ഞങ്ങള് ഈ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് ബെല്ലക്കുട്ടന്റെ സീറ്റ് അവിടെ, അവൻ കൃത്യമായിട്ട് അവിടെ വന്നിരിക്കും. മിക്കവാറും ഇവിടെ ഇങ്ങനെ തന്നെ കേട്ടോ. വീട്ടില് എല്ലാരും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുമിച്ചിരുന്നേ ഊണ് കഴിക്കത്തുള്ളൂ. അത് കാപ്പി ആയാലും ഊണായാലും വൈകിട്ടത്തെ അത്താഴമായാലും എന്തിന് 4 മണിക്ക് ചായ കുടിക്കുന്ന പോലും എല്ലാരും കൂടെ ഒന്നിച്ചിരുന്നേ കഴിക്കത്തുള്ളൂ കേട്ടോ. അതൊരു പ്രത്യേക വൈബാ. വീട്ടിൽ എല്ലാരും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലേ എല്ലാരും കൂടി ഇരുന്ന് കഴിക്കുന്നുടനെ അത് നമുക്കും ഒരു 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 സുഖമാണ്. കഥകളൊക്കെ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കഴിക്കുന്നുടനെ അത് എല്ലാവരും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ആത്മബന്ധം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. കഴിവതും മൊബൈല് അതുപോലുള്ള സംഗതികൾ, TV, ഇതൊക്കെ നമ്മൾ ഈ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഈ ഉണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യത്തുള്ളൂ. കാരണം ഇപ്പൊ എനിക്കൊരു കോൾ വന്നു, അത് ഒരു അത്യാവശ്യ കോളായിരുന്നു. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ആ സമയത്ത് മാത്രമേ ഞാൻ എടുത്ത് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് അത് മാറ്റി വെക്കും. അതെല്ലാവരും അങ്ങനെ തന്നെ. എല്ലാവരും അന്നേരം അത്യാവശ്യം എന്തെങ്കിലും കോൾ വരികയാണെങ്കിൽ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അന്നേരം അറ്റൻഡ് ചെയ്യും, അതിനുശേഷം ഫോൺ അങ്ങ് മാറ്റി വെക്കും. അതാ സാധാരണ. അല്ലാതെ ഈ ഫോണും നോക്കിക്കൊണ്ടിരുന്ന ആഹാരം കഴിക്കുന്ന പരിപാടി നമ്മൾ പൊതുവെ വീട്ടിൽ ആർക്കും ഇല്ല. സത്യത്തില് നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. ഞാനായാലും പിന്നെ ദേവാനന്ദായാലും വൈഫായാലും നേരത്തെയൊക്കെ ആണെങ്കിൽ കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയാമോ, ഈ ഫോണൂടെ കൊണ്ടുവന്ന് അടുത്ത് വെച്ചിട്ട് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അന്നേരം ഒരു ചെറിയ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ. നമ്മൾ ഒന്നാമത്തെ കാര്യം കഴിക്കുന്നതിന്റെ അളവ് അറിയത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കഴിക്കുന്നതിന്റെ ടേസ്റ്റ് അറിഞ്ഞ് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല, ശ്രദ്ധ വിട്ട് കഴിയുമ്പോഴേ. ഇതൊക്കെ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എവിടെ നിന്നോ എനിക്കൊന്ന് ഫേസ്ബുക്കിൽ നിന്നോ വാട്സപ്പിൽ നിന്നോ എന്തോ കണ്ടതാ സംഭവം. അപ്പൊ അതിൽ പിന്നെ നമ്മൾ കഴിവതും ഫോൺ വെച്ചോണ്ട് ആഹാരം കഴിക്കുന്ന പരിപാടി കഴിവതും ഒഴിവാക്കി. ബെല്ലക്കുട്ടന്റെ പരിപാടികൾ കണ്ടില്ലേ, ആശാൻ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുക നമ്മളെ പുറകെ തന്നെ. ഊണ് കഴിഞ്ഞ് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് അമ്മ അടുക്കളയിലോട്ട് പോയപ്പം അമ്മയുടെ പുറകേതാ അവനും ദാ അങ്ങോട്ട് പോയിട്ടുണ്ട്. അയ്യോ, അത് കഴിഞ്ഞ് ഞാൻ ദാ ഇവിടെ നിൽക്കുന്ന കണ്ടോണ്ട് ഓടി എന്റെ അടുത്തോട്ട് വന്നു. പാവം. ഇത് അവന്റെ കളിക്കാനുള്ള സിഗ്നലാ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് 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 മൂരി നൂർക്കുക എന്നൊക്കെ പറയത്തില്ലേ, മൂരി നൂത്ത് കഴിഞ്ഞാൽ പിന്നെ അവനെ കളിക്കണം. അങ്ങനെ ഉച്ചക്കത്തെ ഊണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്തായാലും പിണ്ടിത്തോരനൊക്കെ ആയിരുന്നു ഉണ്ണാനെ. അപ്പൊ അതുകൊണ്ട് കുറച്ച് വയറിന് കുറച്ച് റിലാക്സ് കിട്ടുന്ന സാധനങ്ങളാണ് ഈ പിണ്ടി എന്നൊക്കെ പറയുന്നത്. ഉദര ശുദ്ധിക്ക് ഏറ്റവും നല്ല സാധനമാണെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്കിനി അടുത്ത എൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ എഴുതാനും കുറച്ച് ജോലികൾ എൻ്റെ ജോലി സംബന്ധമായ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ കയറിയതാണ്. അപ്പൊ ഇനിയിപ്പം കുറച്ചു പേരുടെ പിന്നെ കാര്യങ്ങളൊക്കെ എഴുതി എല്ലാം റെഡിയാക്കി അയക്കാനുണ്ട്. അപ്പോൾ ആ കാര്യത്തിലോട്ട് കിടക്കുകയാണ്.
അപ്പോ ഇന്നത്തെ പണികളൊക്കെ ഏകദേശം ഞാൻ ഒതുക്കി. ഇനിയിപ്പോ വൈകിട്ട് അമ്പലമുണ്ട്, അമ്പലത്തിൽ പോകണം. അമ്പലത്തില് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ആദ്യം ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കണമെന്നാണ് വിചാരിച്ചത്. കാരണം ഇന്ന് ക്ഷേത്രത്തിൽ പോകാൻ വയറിന് നല്ല സുഖമില്ലായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുറെ ആശ്വാസം കിട്ടി. അതായത് അമ്മ കുറച്ച് ഇഞ്ചിയൊക്കെ ചതച്ച് നാരങ്ങാനീരും ഒക്കെ പിഴിഞ്ഞൊഴിച്ച് ഇപ്പൊ അതിലെ ഒരു ഗ്ലാസ് കുടിച്ചിട്ട് ഒക്കെ ഇരിക്കുക. അപ്പൊ അതൊന്നും നല്ല ആശ്വാസമുണ്ട്. അപ്പോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ വെച്ച് നിർത്തുന്നു. NS ജേണി ബൈ ദീപുവിന്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്തേക്കണം, കമന്റ് ചെയ്തേക്കണം, ഷെയർ ചെയ്തേക്കണം. അപ്പൊ ഓക്കെ, ബൈ.